പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകാരാകാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം: നീ വിവേഹിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ, നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വിവേകം ഉണ്ടായിരിക്കണം. പരിഹാസം നിറഞ്ഞ വാക്കുകളാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്നതെങ്കിൽ അത് നമുക്ക് തന്നെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അനുദിന ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുവനെ നമ്മൾ നിന്ദിച്ച് സംസാരിക്കുമ്പോൾ, ഒരുവനെ നമ്മൾ പരിഹസിച്ച് അവൻ്റെ വ്യക്തിത്വത്തെ തകർക്കുമ്പോൾ, നാളെ ഈ പരിഹാസവും ഈ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് സാധ്യതയുണ്ട്. നീ എന്താണ് കൊടുക്കുന്നത് അത് നിനക്ക് തിരിച്ചു കിട്ടും എന്ന് തിരിച്ചറിയണം. നീ കൊടുക്കുന്നതേ നിനക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ചെറിയ കഥ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ബേക്കറി നടത്തുന്ന മനുഷ്യനും ഒരു കർഷകനും തമ്മിലുള്ള ഒരു സംഭവമാണ്. ബേക്കറി നടത്തുന്ന മനുഷ്യൻ ഈ കർഷകനിൽ നിന്നാണ് നെയ്യ് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ബേക്കറിയിൽ ആവശ്യമായിട്ടുള്ള ആ നെയ്യ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കർഷകനാണ്. അതേ കർഷകന് ഒത്തിരിയേറെ പശുക്കളുണ്ട്. അതുകൊണ്ട് ആ പശുക്കളുള്ളത് കൊണ്ട് ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാലിൽ നിന്ന് അദ്ദേഹം നെയ്യുണ്ടാക്കി നെയ്യുടെ ബിസിനസ് കൂടെയുണ്ട്. വെണ്ണ വിൽക്കുന്ന ബിസിനസ്സും കൂടെ ഈ കർഷകനുണ്ട്. എണ്ണയും നെയ്യും ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ ബേക്കറിയിൽ ആവശ്യത്തിന് വേണ്ടി ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൽ നിന്ന് വെണ്ണ വാങ്ങുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബേക്കറി ഉടമസ്ഥന് അദ്ദേഹത്തിൻ്റെ അവിടെ നല്ല മെഷർമെൻ്റൊക്കെ ഉണ്ട്, അളക്കാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട കർഷകനാണെങ്കിൽ അതൊന്നുമില്ല. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബേക്കറി ഉടമസ്ഥൻ ഈ കർഷകൻ തരുന്ന ആ വെണ്ണ അതൊന്ന് നോക്കിയപ്പോൾ, അളവിൽ തൂക്കി നോക്കിയപ്പോൾ 1 പൗണ്ടിന് അല്പം കുറവാണ്. കാരണം 1 പൗണ്ടെന്ന് പറഞ്ഞാണ് ഈ വെണ്ണ തരുന്നത്, ഈ ബട്ടർ തരുന്നത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഈ ബേക്കറിക്കാരന് വലിയ ദേഷ്യമായി. അദ്ദേഹം വളരെ അഹങ്കാരത്തോടെ ഈ കർഷകനെതിരായിട്ട് തെറിവിളിയും കുറ്റാരോപണം നടത്തി കേസ് കൊടുത്തു. കോടതിയിൽ കേസായി ഇവരെ വിളിച്ചിരിക്കുക. കർഷകനെ വിളിച്ചു. പരാതിക്കാരൻ വന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണെന്ന് പറയണം. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ ഈ പരാതി പറയുന്ന ഈ ബേക്കറിക്കാരൻ പറയുന്ന പരാതി നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മെഷർമെൻറ്റ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇത് അളവും തൂക്കമൊക്കെ എടുക്കാനായിട്ടുള്ള ആ മെഷർമെൻറ്റൊക്കെയുള്ള അത് ഉപകരണം ഉണ്ടോ എന്ന് ചോദിച്ചു. പാവപ്പെട്ട കർഷകൻ പുഞ്ചിരിച്ച് പറഞ്ഞു, ഞാൻ മെഷർമെൻറ്റ് ശരിയായിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ജഡ്ജി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇത് മെഷർമെൻറ്റ് എങ്ങനെയാണ് അളക്കുന്നത്, ഈ അളവെടുക്കുന്നത്? ഈ വെണ്ണ 1 പൗണ്ട് വെണ്ണയാണല്ലോ ഓരോ പ്രാവശ്യവും ഈ ബേക്കറിക്കാരൻ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ 1 പൗണ്ട് എങ്ങനെയാണ് നിങ്ങൾ അളക്കുന്നത്? അപ്പോൾ ഈ കർഷകൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ബേക്കറിയിൽ ചെന്നിട്ട് 1 പൗണ്ട് ബ്രെഡ് വാങ്ങും. 1 പൗണ്ട് ബ്രെഡ് വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിന് വെണ്ണ കൊടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ആ ബ്രെഡ് വച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭാരം അതുപോലെ തന്നെ ഈ അളവ് രൂപപ്പെടുത്തുന്നത്. അത്രയും ബ്രെഡിൻ്റെ ഭാരം, അത്രയും ബ്രെഡിൻ്റെ അളവാണ് വെണ്ണ എടുത്ത് ഈ ബേക്കറിക്കാരന് ഞാൻ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ജഡ്ജിക്ക് മനസ്സിലായി കുറ്റം ചെയ്തത് യഥാർത്ഥത്തിൽ ബേക്കറിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ കർഷകൻ 1 പൗണ്ട് ബ്രെഡ് വാങ്ങാൻ വരുമ്പോൾ 1 പൗണ്ട് തൂക്കം കൊടുക്കാതെ, 1 പൗണ്ടിനുള്ള ബ്രെഡിൻ്റെ തൂക്കം കൊടുക്കാതെ അതിൽ അദ്ദേഹം കുറച്ച് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ അത് തിരിച്ചറിയാതെ, തൻ്റെ തെറ്റ് തിരിച്ചറിയാതെ അവനെ വിമർശിക്കാൻ തുടങ്ങി. നീ എന്താണ് കൊടുക്കുന്നത് അത് നിൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരും. വാക്കുകളുടെ ഉപയോഗവും ഇതുപോലെയാണ്. നീ ചെയ്യുന്ന ഓരോ വാക്കും, നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അത് നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 22 ഇങ്ങനെയാണ്: അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെ മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ
നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ചിലരൊക്കെ മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കും. കുറച്ച് സ്വാതന്ത്ര്യവും സന്തോഷവും സുഖലോലുപതയൊക്കെ നമ്മളായിരിക്കുമ്പോൾ അതൊന്നും ഇല്ലാത്തവരെ നോക്കി നമ്മൾ നിന്ദിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബന്ധനമായി നമ്മളിലേക്ക് തിരിച്ചു വരും. ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ആരോഗ്യമില്ലാത്തവരെ നോക്കി നിന്ദിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഈ ആരോഗ്യം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടും. സമ്പത്തുള്ള നാളുകളിൽ സമ്പത്തില്ലാത്തവരെ നോക്കി പുച്ഛമായി അവരെക്കുറിച്ച് നികൃഷ്ടമായി സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ കൈവശമുള്ള സമ്പത്തൊക്കെ വിട്ടുപോകും. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. സൗന്ദര്യമാകാം. എനിക്ക് ആരോഗ്യവും സൗന്ദര്യമുണ്ടെങ്കിൽ അതില്ലാത്തവരെ നോക്കി കറുമ്പിയെന്നോ അല്ലെങ്കിൽ കുള്ളനെന്നോ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ പ്രിയമുള്ളവരെ, ഈ ആരോഗ്യവും സൗന്ദര്യവും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടും. അങ്ങനെ ഉള്ള അനേകം സാക്ഷ്യങ്ങൾ, സംഭവങ്ങൾ, നിന്ദനം കൊടുത്ത് നിന്ദനത്തിലൂടെ തകർന്ന ജീവിതങ്ങൾ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നല്ല നാളുകളിൽ ഞങ്ങളുടെ വാക്കും സംസാരവും പ്രവൃത്തിയുമൊക്കെ കാർക്കശ്യവും വെറുപ്പുമുള്ളതായിരുന്നു. നിന്ദനയുടെ മനോഭാവമായിരുന്നു. ഞങ്ങളുടെ സംസാരവും പെരുമാറ്റവും പോലും മറ്റുള്ളവരെ നിന്ദിച്ചുള്ള ജീവിത ശൈലിയായിരുന്നു. ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 18 തുളച്ചു കയറുന്ന വാള് പോലെ വീണ്ടും വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. നിൻ്റെ വാക്കുകളിൽ മുറിവുണക്കുന്ന തൈലമുണ്ടായിരിക്കണം. കുറവുകളുള്ളവരെ കാണുമ്പോൾ അവരെ സുഖപ്പെടുത്തുന്ന വാക്കുകളായിരിക്കണം നിൻ്റെ വാക്കുകൾ. അതല്ലാതെ അവരെ നിന്ദിക്കരുത്, കുറ്റപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയൊക്കെ വിഷമിപ്പിച്ച് നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങി. കുറവുകളുള്ളവരുണ്ടായിരുന്നു. ആ കുറവുകളുള്ളവരെയൊക്കെ കളിയാക്കി. നിനക്കെന്ത് മേന്മയിരിക്കുന്നു, നീ ആരാടാ എന്നൊക്കെ പറഞ്ഞ് വെറുപ്പ് വെച്ചുകൊണ്ട്, വൈരാഗ്യം വെച്ചുകൊണ്ട്, നീ എന്താ, നിൻ്റെ നേരെ നോക്കാൻ പോലും കഴിയില്ല, നിൻ്റെ കണ്ണ് തന്നെ കോങ്കണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഈ മനുഷ്യൻ ധാർഷ്ട്യത്തോടെ കുറവുകൾ സ്നേഹത്തിൻ്റെ തിരുത്തലുകൾ കൊടുക്കാതെ അവരുടെ കുറവുകളെ ശാസിക്കാനായിട്ട് അദ്ദേഹം നിന്ദനം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചു. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ തെറ്റ് തിരുത്താൻ സ്നേഹത്തോടെ സൗഹൃദത്തോടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതല്ലാതെ ആ വ്യക്തിയുടെ കുറവ് വെച്ചുകൊണ്ട് കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിച്ചാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാകും. ഈ മനുഷ്യൻ ആ സഹപ്രവർത്തകരെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തി നിന്ദിച്ചിങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായി. നാളുകൾ കഴിഞ്ഞപ്പോൾ മോശകരമായ ഒരു ജീവിത അവസ്ഥയിൽ ഈ വ്യക്തി വീഴാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, അഹങ്കാരത്തോടെ മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ തകർച്ചകൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നു വീഴാൻ നമ്മൾ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15:23 ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ, സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. വെറുപ്പ് നിറഞ്ഞ വാക്കുകളല്ല, ഉചിതമായ മറുപടിയാണ് നമ്മുടെ വായിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് വരേണ്ടത്. ഒരു സംസാരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉചിതമായ മറുപടികളായിരിക്കണം. പ്രഭാഷകൻ 23:15 നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളെ നിന്ദിച്ച് പരിഹസിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പക്വതയില്ലായ്മയാണ്. ചിലരൊക്കെ എന്ത് സംസാരിച്ചാലും മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, പുച്ഛത്തോടെ സംസാരിക്കും. യഥാർത്ഥത്തിൽ ഈ വ്യക്തി വിചാരിക്കുന്നത് ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തി വിചാരിക്കുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ പക്വതയില്ലാത്തവനാണ്, പക്വതയില്ലാത്തവളാണ്. മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഈ ആവശ്യമില്ലാത്ത അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ വെച്ചുകൊണ്ട് കളിയാക്കി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പക്വതയില്ലായ്മയാണെന്ന് തിരിച്ചറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 10 തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു, ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. ചെറിയ കുറവുകൾ, കുറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശാസിക്കേണ്ട അവസരങ്ങളുണ്ടാകും. തെറ്റുകളുടെ നേരെ കണ്ണടയ്ക്കാൻ പാടില്ല. തെറ്റുകളുണ്ടാകുമ്പോൾ അത് തിരുത്തണം. പക്ഷേ നമ്മുടെ സംസാരം ശരിയായ തലത്തിലായിരിക്കണം. നിന്ദനത്തോടു കൂടിയുള്ള തിരുത്തലുകളാകരുത്. മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടുള്ള തിരുത്തലുകളാകരുത്. മറ്റുള്ളവരെ അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ തരം താഴ്ത്തി മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തി അവരുടെ വ്യക്തിത്വത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തിരുത്താൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയായിട്ട് വരും.
കാരണം ആ വ്യക്തിയുടെ വേദന, ആ ഹൃദയത്തിന് അത് നൊമ്പരമായിട്ട് മാറിയാൽ അത് കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ആരെയെങ്കിലും മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തെയാണ് മുറിപ്പെടുത്തുന്നത്. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു. വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതനാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. ഇന്ന് പലരുടെയും കുടുംബങ്ങളിൽ ഒരു തകർച്ചയ്ക്ക് കാരണം അവരുടെ നാവിലൂടെ വന്ന നിന്ദനം നിറഞ്ഞ വാക്കുകളാണ്, പരിഹസിക്കുന്ന വാക്കുകളാണ്, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ, ജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കുന്നവരാകണം. സുഭാഷിതങ്ങൾ 18:21 വീണ്ടും പറയുക, ജീവനെ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കും. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പരദൂഷണം പറയുന്നതാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹമായിട്ട്, കാരണം അത് പരദൂഷണം പറയുന്നത് ഒരു സ്നേഹം, അതിൽ ഒരു സന്തോഷം കണ്ടെത്തി പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കനി ഭുജിക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. വിതയ്ക്കുന്നത് കൊയ്യും എന്ന് പറയുന്നത് പോലെ ഈശോ പറയുന്നില്ലേ, നീ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും, അമർത്തി കുലുക്കി നിൻ്റെ മടിശീലയിൽ ഇട്ട് തരും. മറ്റുള്ളവരെ നോക്കി നിന്ദനം നിറഞ്ഞ വാക്ക്, പരിഹാസം നിറഞ്ഞ വാക്ക്, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഓരോ നിമിഷവും നമ്മളിങ്ങനെ കളിയാക്കി മറ്റുള്ളവരുമായി ഇരുന്ന് സംഭാഷണങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം, ഇതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മുടെ തലമുറ അനുഭവിക്കേണ്ടി വരും, ഒന്നുകിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെയും നിന്ദിക്കാതിരിക്കുക. സുഭാഷിതങ്ങൾ 16:24 ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിരിക്കണം, അവരുടെ മനസ്സിന് ആനന്ദം കൊടുക്കുന്നതായിരിക്കണം. മ്ലേച്ഛ വർത്തമാനങ്ങൾ, ഈ ലോകത്തിലെ തിന്മയുടെ അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട വ്യക്തികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലെയുള്ള വാക്കുകളല്ല ഒരു വിശ്വാസി, യേശുവിൽ അറിഞ്ഞ വ്യക്തി, വചനം വായിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരേണ്ടത്. വചനം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കും, മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കും, അവരുടെ ആത്മാവിന് അനുഗ്രഹമായിട്ട് മാറും. അത് സുഭാഷിതങ്ങൾ 25:11 വീണ്ടും പറയുക വചനം. കാരണം ഈ തിരുവചനത്തിലൂടെ ഈ വചനങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് അറിയണം. കാരണം ഈ വചനം മുഴുവനും വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പറയുന്ന വചനങ്ങളെടുത്ത് ധ്യാനിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത്. സുഭാഷിതങ്ങൾ 25:11 ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിപ്പിച്ച് വച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. നോക്കണം എത്രമാത്രം ആ വാക്കുകൾക്ക് വിലയുണ്ടെന്ന്, ആ വാക്കുകളുടെ മാധുര്യം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 4:12 പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, ആരും നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അപ്പോൾ ഒരു ശുശ്രൂഷ ജീവിതം നയിക്കുന്ന വ്യക്തി, സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വാക്ക് എപ്പോഴും ദൈവസ്നേഹത്തിന് യോഗ്യമായിട്ടുള്ളതായിരിക്കണം. വചനപ്രഘോഷണ മേഖലകളിൽ ചെന്ന് നിന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്ന സംസാരം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ദൈവവചനത്തിന് ചേർന്നതല്ല. മറ്റുള്ളവരെ ഒരുമാതിരി നികൃഷ്ടമായിട്ട് സംസാരിക്കുന്ന സംസാര രീതികൾ നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഒരു സ്ഥലത്ത് ഒരു കുടുംബ യൂണിറ്റിൽ ഭയങ്കര പ്രശ്നമായി, വല്ലാത്ത പ്രശ്നമായി. ആ കുടുംബ യൂണിറ്റിൽ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആ കുടുംബ യൂണിറ്റ് മുഴുവനും ദേവാലയത്തിൽ നിന്ന് അകറ്റപ്പെടുന്നൊരവസ്ഥയായി. ആരംഭം എന്താ? ചെറിയ വാക്കുകളിൽ വന്ന കുറവുകളായിരുന്നു. തെറ്റായ വാക്കുകൾ അറിയാതെ പരസ്പരം ഉപയോഗിക്കാനായിട്ടിടയായി. കാരണം സമർപ്പിത ജീവിതം നയിക്കുന്ന സഭയെ നേരായ രീതിയിൽ കൊണ്ടു നയിക്കേണ്ടവരുടെ അധരങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ അറിയാതെ വീണു. അപ്പോൾ അത് കേട്ട ആ വ്യക്തികൾക്ക് വല്ലാത്ത വേദനയായി. അങ്ങനെയാണെങ്കിൽ അവരും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി, വളരെ വഴക്കായി. ഈ വഴക്ക് വളർത്തിച്ചു. അവസാനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റിലുള്ളവരൊന്നും ഇനി പള്ളിയുമായിട്ട് സഹകരിക്കേണ്ട, പള്ളിയോട് ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അവരെയെല്ലാം ആട്ടി പുറത്താക്കുന്ന ഒരവസ്ഥ വിശേഷം ഒരു വാക്കിൽ ആരംഭിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ തിരിച്ചറിയണം, ഒരു വാക്ക് മതി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ. ഒരു വാക്ക് മതി സഭയുടെ ശുശ്രൂഷ മേഖലകളിലെ സാഹോദര്യത്തെ, സ്നേഹത്തെ, കൂട്ടായ്മയെ തകർക്കുവാൻ. അതുകൊണ്ട് വാക്കുകളിൽ നിയന്ത്രണമുണ്ടാകണം. നമ്മുടെ വാക്കുകൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും
വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണെന്ന് തിരിച്ചറിയണം. ആ വ്യക്തി അത് വളരെ ഗൗരവമായിട്ട് എടുക്കും. നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവരോട് അത് ചെന്ന് വേറൊരു വ്യക്തി സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് ചേർന്നതാണോ, ദൈവം തന്ന വിളിക്ക് ചേർന്നതാണോ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ? അത് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് കഴിയണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വത്സലഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വാക്കുകൾ കാരുണ്യമുള്ളതായിരിക്കണം, നമ്മുടെ വാക്കുകളിൽ ദയ ഉണ്ടായിരിക്കണം, നമ്മുടെ വാക്കുകളിൽ വിനയമുണ്ടായിരിക്കണം, നമ്മുടെ വാക്കുകളിൽ സൗമ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമ്മളോട് തന്നെ ചോദിക്കണം, ഇതൊക്കെ കലർന്നതാണോ എൻ്റെ വാക്ക്? ഞാൻ സംസാരിക്കുന്നതിൽ മറ്റുള്ളവരോടുള്ള ദയയുണ്ടോ, സ്നേഹമുണ്ടോ, വിനയമുണ്ടോ, കാരുണ്യമുണ്ടോ, സൗമ്യതയുണ്ടോ? അതല്ലാതെ ഒരു വാക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ അടിക്കണം, അത് പറ്റില്ല, അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇതൊക്കെ നമ്മൾ കാർക്കശ്യത്തോടെ, വെറുപ്പോടെ, വൈരാഗ്യത്തോടെ അതുപോലെ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചടികളായിട്ട് വരും. ക്ഷമിച്ചാൽ വലിയ അത്ഭുതങ്ങളുണ്ടാവും. ഈ അടുത്ത സമയത്ത് എൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത് വന്നു. ആശ്രമത്തിലെത്തിയിട്ടാണ് ഞങ്ങൾ ധ്യാനം നടക്കേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അദ്ദേഹം വരുന്ന ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് ഈ ആശ്രമത്തിലോട്ട് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ആദ്യം അദ്ദേഹം ചോദിച്ചു, എത്ര രൂപയാണ്? ആ ആശ്രമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ പോകാനായിട്ട് എത്ര രൂപയാണ്? പെട്ടെന്ന് ഈ ഓട്ടോറിക്ഷക്കാരൻ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ ഈ വചന ശുശ്രൂഷകൻ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, മൗനമായിട്ടിരുന്നു. ഓട്ടോറിക്ഷ ആശ്രമത്തിൻ്റെ മുറ്റത്ത് വന്നു. അദ്ദേഹം ഇറങ്ങി പൈസ കൊടുത്തു. പൈസ കൊടുക്കുന്നതിന് മുമ്പേ ഈ ഓട്ടോറിക്ഷക്കാരൻ ആവശ്യമില്ലാത്ത നിന്ദനം നിറഞ്ഞ വാക്കുകൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും ഈ വചനപ്രഘോഷകൻ ശാന്തമായിട്ട് നിന്നു, ഒരക്ഷരം മിണ്ടിയില്ല, തിരിച്ചൊന്നും മിണ്ടിയില്ല. എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? അല്ലെങ്കിൽ കോപിക്കാൻ അവസരങ്ങളുണ്ട്, വേണമെങ്കിൽ തിരിച്ചങ്ങോട്ട് ചോദിക്കാം. പക്ഷെ ഒന്നും മിണ്ടിയില്ല, ശാന്തമായിട്ട് നിന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പൈസ കൊടുത്തു. അദ്ദേഹം നേരെ തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ സംഭവം പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം ഈ ഓട്ടോറിക്ഷക്കാരൻ യഥാർത്ഥത്തിൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തിയോ ഒന്നും ചെയ്തില്ല. ഇവനിങ്ങനെ വേറെ എവിടെ നിന്നോ കിട്ടിയ വേദന, നൊമ്പരം, മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ എവിടെയോ ആരിൽ നിന്ന് കിട്ടിയപ്പോൾ അതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുക. അവനിങ്ങനെ എന്നോട് ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി. ഞാനും അതുപോലെ നീ എന്താണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് തിരിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ വഷളാകുമാകും, എൻ്റെ സമാധാനം നഷ്ടപ്പെടും, എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രചോദനം തന്നു, മിണ്ടാതെ ശാന്തമായിട്ട് മനസ്സുകൊണ്ട് സ്തുതിക്കാൻ. ഇദ്ദേഹം മനസ്സുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷ, അന്നത്തെ ശുശ്രൂഷ ഭയങ്കര അനുഗ്രഹവും അഭിഷേകവുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ഇതേപോലെ ഒരുപക്ഷെ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോപിക്കാം, കുറ്റപ്പെടുത്താം, ദേഷ്യപ്പെടുത്താവുന്ന വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ അവിടെ മൗനമായി നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തതയോടെ നിന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. കാരണം അവൻ്റെ ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കുറവ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ശാന്തമായിട്ട് നിലപാടെടുത്തു. ദേഷ്യപ്പെട്ട് സംസാരിക്കാം, അവിടെ വഷളാകും, തമ്മിൽ വഴക്കാകും, അത് വലിയ പ്രശ്നമായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ദയയും ക്ഷമയും സ്നേഹവും ഉണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 12:36 പറയുകയാണ്. ഈശോ തന്നെ പറഞ്ഞ വാക്കാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കും അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. കാരണം എനർജിയെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല, കൺവെർട്ട് ചെയ്യാനേ പറ്റൂ. വാക്ക് സംസാരം, സൗണ്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഞാനൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ അതൊരു എനർജിയാണ്. അത് ഈ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. അതിനെ വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാനേ പറ്റൂ. പക്ഷേ ഒരിക്കലും പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. തിന്മ നിറഞ്ഞ വാക്കുകളാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. അന്ത്യദിനത്തിൽ ഈ സംസാരവും ഈ പെരുമാറ്റവും ഒക്കെ ആയിരിക്കും നമ്മളെ വിധിക്കാനായിട്ട് പോകുന്നത്.
നല്ലത് കൊടുത്താൽ, നന്മ കൊടുത്താൽ, ദയയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ, പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കും കാരുണ്യത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റും. ദയ നിറഞ്ഞ വിധി നമുക്ക് ലഭിക്കും. പ്രഭാഷകൻ 18:24 മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ച്, അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നമ്മളിത് തിരിച്ചറിയണം. നമ്മളെടുക്കുന്ന ഓരോ നിലപാടും നമ്മൾ സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മളോട് ചിന്തിക്കണം. കാരണം ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ മരണദിനത്തിൽ എനിക്ക് നേരിടേണ്ട ദൈവത്തിൻ്റെ ആ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ഞാനൊരു വ്യക്തിയെ മാനസികമായി എൻ്റെ വാക്കുകൊണ്ട് തളർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, മരണദിനത്തിൽ അത് അഭിമുഖീകരിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ഒഴിവാക്കുക. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. മത്തായി 26:73 നമ്മൾ കാണില്ലേ, കുറേ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ്, തീർച്ച നിൻ്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പോലും അവൻ്റെ സംസാരത്തിലൂടെ കാണാൻ പറ്റും. കാരണം പത്രോസിൻ്റെ സംസാര ശൈലി മനസ്സിലായി. അവൻ യേശുവിൻ്റെ കൂടെ ഉള്ളവനാണെന്ന് അവിടെ ഉണ്ടായിരുന്നവർ പോലും തിരിച്ചറിയാൻ തക്ക വിധം അവൻ്റെ സംസാരം കാരണമായി. നീ നിൻ്റെ വിളി നിൻ്റെ സംസാരത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നിൻ്റെ വിളിക്ക് ചേർന്ന രീതിയിൽ സംസാരിക്കാൻ നിനക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൽ 19 അധ്യായം 47 മുതൽ 48 വചനങ്ങളിൽ അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ വാക്കുകളാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ വ്യക്തിബന്ധങ്ങൾ കൂടെ ഉണ്ടാകും. നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പലരെയും ചിതറിച്ച് കളയാം. നമ്മുടെ വാക്കുകളാണ് പലരെയും നമ്മൾ അകറ്റിയിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ദയയുടെ, കാരുണ്യത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും സൗഹൃദങ്ങൾ നഷ്ടപ്പെടില്ല, നമുക്കൊരിക്കലും ബന്ധങ്ങൾ നഷ്ടപ്പെടില്ല. നമ്മുടെ കൂടെ എപ്പോഴും സ്നേഹത്തോടെ, ഐക്യത്തോടെ കഴിയുവാനായിട്ട് ആൾക്കാർ ആഗ്രഹിക്കും. അപ്പോൾ കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, മറ്റുള്ളവരെ എപ്പോഴും നിന്ദിക്കുന്ന വാക്കുകൾ പറയുന്നവരുടെ കൂടെ നടക്കാൻ ആരും താല്പര്യപ്പെടില്ല. ഒരുപക്ഷെ ഇന്ന് സൗഹൃദങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ തന്നെ സംസാരത്തിൻ്റെ കുറവാണെങ്കിൽ അത് തിരുത്താൻ ഇന്ന് നല്ല തീരുമാനം എടുക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. സ്നേഹത്തിൻ്റെ വാക്കേ ഞാൻ ഇനി ഉപയോഗിക്കൂ. ആരെയും ഞാൻ കളിയാക്കില്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തില്ല. മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കേണ്ട എന്ന് തീരുമാനമെടുക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ എൻ്റെ വാക്ക് കാരണമാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ നാവിനെ അടക്കി നിർത്തണം. നമ്മളെപ്പോഴും സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഓരോ വാക്കും സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളിലുണ്ടാകണം, ഇത് സൗഖ്യപ്പെടുത്തുന്ന വാക്കാണോ, ഇത് സ്നേഹം കൊടുക്കുന്ന വാക്കാണോ, ഇത് കരുതൽ കൊടുക്കുന്ന വാക്കാണോ, ഇത് ജീവൻ കൊടുക്കുന്ന വാക്കാണോ. അല്ലാത്ത വാക്കുകളൊക്കെ പിശാചിൽ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവരാകാം. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഓരോ വാക്കും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. അവസാന വിധിയിൽ ഞങ്ങളുടെ വാക്കുകൾ തന്നെ ഞങ്ങളെ വിധിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ യേശുനാഥ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഗൗരവമായി അത് എടുക്കുവാൻ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഗൗരവമായി ചിന്തിച്ച് ആ വാക്കുകൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരോടും സ്നേഹത്തോടെ, ക്ഷമയോടെ, കാരുണ്യത്തോടെ ഇടപെടുവാൻ സഹായിക്കുന്ന നല്ല വാക്കുകൾ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ നാവിനും ഞങ്ങളുടെ ചിന്തകൾക്കും ഞങ്ങളുടെ സംസാരത്തിനും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.